മറ്റൊരു വാർത്തയിലേക്കാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. RSSനും VD സവർക്കർക്കും സ്വാതന്ത്ര്യത്തിന്റെ പിതൃത്വം ചാർത്തിക്കൊടുക്കുന്നത് ചരിത്ര നിഷേധമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്തവരെ മഹത്വവൽക്കരിക്കാനാണ് മോദി ശ്രമിക്കുന്നത്. ഇതിന് സ്വാതന്ത്ര്യദിനത്തെ തന്നെ തെരഞ്ഞെടുത്തത് സ്വാതന്ത്ര്യ സമരത്തെ അപമാനിക്കാനാണെന്ന് മുഖ്യമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു. സെയ്ഫ് സൈൻലാബ്ദീൻ വിവരങ്ങൾ നൽകും. സെയ്ഫ്, പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിനെതിരെയാണ് മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ. എന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്? ഇന്നലെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിലാണ് RSSനെ മഹത്വവൽക്കരിച്ചുകൊണ്ടുള്ള ചില പരാമർശങ്ങൾ നടത്തിയത്. 100 വർഷമായി RSS എന്തൊക്കെയോ കാര്യങ്ങൾ രാജ്യത്തിനു വേണ്ടി ചെയ്തു എന്ന ധ്വനിയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നത്. അതിനെതിരെ CPMന്റെ ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ളവർ ഇന്നലെ തന്നെ പ്രതിഷേധം രേഖപ്പെടുത്തിയതാണ്. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും പ്രതിഷേധമുണ്ടായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ കടുത്ത ഭാഷയിലുള്ള വിമർശനമാണ് പ്രധാനമന്ത്രിക്കെതിരെയും സംഘപരിവാറിനെതിരെയും ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള സംഭാവനകൾ ചെയ്യാത്ത സംഘപരിവാറിനെ മഹത്വവൽക്കരിക്കുന്നത്, RSSനെ മഹത്വവൽക്കരിക്കുന്നത് ചരിത്ര നിഷേധമാണെന്നാണ് മുഖ്യമന്ത്രി ഈ പ്രസ്താവനയിൽ പറയുന്നത്. അങ്ങനെ വെള്ളപൂശാൻ വേണ്ടി ശ്രമിച്ചാൽ വെള്ളപൂശപ്പെടുന്ന സംഘടനയല്ല RSS എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഇന്നലത്തെ ഒരു കാർഡ് പുറത്തു വന്നിരുന്നു. അതിൽ VD സവർക്കറുടെ ചിത്രമാണ് ആദ്യം ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെ അതിന്റെ തൊട്ടു താഴെയാണ് മഹാത്മാഗാന്ധിയുടെ ചിത്രം ഉണ്ടായിരുന്നത്. അതിനെതിരെയും മുഖ്യമന്ത്രി ചില വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുണ്ടായതാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പ്രസ്താവനയിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. 1949 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഉണ്ടായപ്പോൾ അവിടെ അതിനെതിരെ രംഗത്ത് വന്ന ആൾക്കാരാണ് RSS. അതുകൊണ്ട് സംഘപരിവാറിനെ RSSനെ മഹത്വവൽക്കരിക്കാനുള്ള നീക്കം അത് രാജ്യത്ത് വിലപ്പോവില്ല. അവർക്ക് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്താത്ത ആൾക്കാരാണ്. അവരെ മഹത്വവൽക്കരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ആ പ്രസംഗം അത് ചരിത്ര നിഷേധമാണെന്നാണ് മുഖ്യമന്ത്രി പ്രസ്താവനയിൽ വിമർശനമായിട്ട് ഉന്നയിക്കുന്നത്. ജിൽസി, ശരി.